രാവിലെ നോക്കിയപ്പോഴാണ് കണ്ടത്. രാവിലെ പൊട്ടിക്ക് ആഹാരം കൊണ്ട് വന്നപ്പോഴാണ് പൊട്ടയുടെ തല മാത്രമുണ്ട്. തലയുണ്ട്, കയറും ഉണ്ട്, ബെൽറ്റും ഉണ്ട്, ബാക്കി ഒന്നുമില്ല. രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഇല്ല, കേട്ടില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ 3 പുലിയുടെ CCTV ഒക്കെ അപ്പുറത്തെ കണ്ടത്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റുകാരെ വിളിച്ചായിരുന്നു. അപ്പോൾ രണ്ടാമത് വിളിച്ചപ്പോഴാണ് അവർ വന്നത്. എന്നിട്ട് അവർ പറഞ്ഞത് നമുക്ക് എന്തൊരു നടപടി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു 2 മാസം മുമ്പേ വൈകിട്ട് 6 മണിക്ക് ലൈവായിട്ട് ഇവിടെ പാറക്കുളത്തിൽ നിന്ന് ഈ പുലി വെള്ളം കുടിച്ച് പോകുന്നത് ഞങ്ങളെല്ലാം കണ്ടതാണ്. ഒന്നെങ്കിൽ അവിടെ കൂട് വെക്കാൻ സുഖമായിട്ട്. പിന്നെ ഇപ്പം തന്നെ അതിനറിയാം. ഇപ്പം ഇവിടെ നമ്മൾ ഈ കൂടും കൂടെ വരാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പം നാളെ നമ്മളാരും രാത്രി മൂത്രമൊഴിച്ച് നമ്മൾ എന്തോ ചെയ്യും? അതുകൊണ്ട് ഇവിടെ മൊത്തം പാറമടയ്ക്ക് വേണ്ടി ഇഷ്ടംപോലെ വസ്തു വാങ്ങിച്ചിട്ടേക്കുക. ഒന്നെങ്കിൽ അതൊന്ന് എല്ലാം കൂടെ കാട് തെളിച്ചെടുക്കുക. പിന്നെ ഇപ്പം ആ പാറക്കുളത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നത്. കാരണം ഇപ്പം ഇത്രയും ലൊക്കാലിറ്റിക്കകത്ത് വെള്ളം കിട്ടുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. ആ പാറക്കുളത്തുണ്ട്, അത് ഈ വറ്റത്തില്ല. ഇപ്പം അവിടെ ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പുലിയെ കിട്ടും. പിന്നീട് ഈ നമ്മൾ പറയുന്നതല്ലാതെ ഈ ഒരു മാർഗ്ഗവും ഇല്ല. കാരണം ഇനിയിപ്പം നാളെ ഇപ്പോൾ ഒരു മനുഷ്യനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? ഇനിയിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട് ഒരു പട്ടി. മിക്കവാറും നാളെ ഇപ്പം വന്ന് അതിനെയും പിടിക്കും. നമുക്കൊരു ഇത് വേണം. കാരണം ഇപ്പം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പറയുമ്പോൾ കുറേ ഹെലിക്കാമം പറത്തി എല്ലാം പറത്തി അവരുടെ കാര്യം കഴിഞ്ഞങ്ങ് പോകും. ഇപ്പം ഇവിടെ ആദ്യം പുലിയെ പിടിച്ച ഈ സ്ഥലത്ത് ഈ പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ട് അവിടുത്തെ വസ്തു എല്ലാം കാടടിപ്പിച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ 1-2 പുലിയെ പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കാടടിപ്പും ഇല്ല, ഒന്നുമില്ല. ഇവിടെ തന്നെയാണ് ഇപ്പം ഈ കാട് എല്ലാം തെളിയിക്കും. ഇപ്പം നമ്മൾ ഈ പറയുന്നതല്ലാതെ ഇതിനകത്ത് ഒരു നടപടി എടുക്കുന്നില്ല. ഇപ്പം പഞ്ചായത്തായ എന്തോ ആയാലും ഒരു നടപടി എടുക്കുന്നില്ല. അവിടെ ഇപ്പം നമ്മളിപ്പോൾ രാത്രി അത്യാവശ്യമായിട്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസായി ഇപ്പം നമ്മൾ ബൈക്കിന് പോകും, സാഹചര്യം വന്നു, നമ്മൾ എന്താ വിശ്വസിച്ച് ഇവിടെ നമ്മൾ പോകും താഴെ വരെ? നമ്മളെന്തോ ചെയ്യും? ഇപ്പം കാറില്ല, ബൈക്ക്, ഓട്ടോ ഒന്നെങ്കിലും നമ്മൾ ബൈക്കിന് നമ്മൾ എന്തോ വിശ്വസിച്ച് പോയി വിടുന്നു. കാരണം ഇപ്പം നമുക്കൊരു അനുഭവത്തിൽ വന്നപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നലെ ആ സമയത്ത് ഇന്നലെ ഞാൻ ഒരു 1:30 അപ്പോൾ ഞാൻ മൂത്രമൊഴിച്ച് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഒരു പാമ്പിടിച്ചാൽ ഇപ്പോൾ ഒരു പടക്കം വെച്ചോ, അല്ലെങ്കിൽ ഒരു കുരുക്ക് വെച്ചോ, ആണെങ്കിൽ ഒരു പന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഇടിയിച്ച് അവൻ്റെ പരിപ്പിളയിക്കും. അല്ലെങ്കിൽ ഇപ്പം അത് കഴിഞ്ഞിപ്പോൾ ഈ പുലി ഇപ്പോൾ മനുഷ്യനെ പിടിച്ച് വിചാരിക്കുക. എന്നാലും മനുഷ്യജീവന് വരെയില്ല.